ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ചിട്ട് എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും എണീറ്റ് തലേ ദിവസം കിടക്കുമ്പോഴേ ആലോചിക്കും കേട്ടോ, ഇന്ന് എന്തുണ്ടാക്കണം എന്നുള്ള ആലോചനയിലാണ് ഞാൻ കിടക്കണത് തന്നെ. അടുത്ത ദിവസം ഉണ്ടാക്കാനുള്ളത് നേരത്തെ ഞാൻ ആലോചിക്കും. ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നു. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് സെബാമെഡിൻ്റെ ഫേസ് വാഷാണ്. മോർണിംഗ് നല്ല ഫേസ് വാഷാണ്. നിങ്ങൾക്കൊരു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ സെബാമെഡ്. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒരു ജെൻറ്റിൽ ക്ലെൻസിങ് ആണ് നടക്കുന്നത്. നല്ലതാണ് രാവിലെ. അപ്പോൾ രാവിലെ നമ്മൾ ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോണത് ഇന്നൊരു കുറുമക്കറി, അതായത് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയാണ് അരിയുന്നത്. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ചുരിദാറങ്ങ് മാറ്റിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ട് അതാകുമ്പോൾ നല്ലപോലെ കാറ്റൊക്കെ കയറും. മറ്റത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അടുക്കള നിൽക്കുമ്പം സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. വെറുതെ നിന്നാൽ കൂടി വേർത്തൊഴുകും. അപ്പോൾ അങ്ങനെ ഓയിലിട്ട് കടുവിട്ട് സവാള ഇട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വയ്ക്കുകയാണ്. ഇത് കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർക്കാം. ഞാനിന്ന് വെളുത്തുള്ളി എടുത്തില്ല. ഞാൻ ചില സമയത്ത് ഇഞ്ചി മാത്രം ഇട്ടും റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ച് അതും കൂടി ആഡ് ചെയ്യണേ. എനിക്ക് ഇഞ്ചി ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിടുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനേക്കാളും അവർ കഴിക്കാറാകുമ്പോൾ ഇഞ്ചി കടിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. എനിക്ക് അത് ഇഷ്ടമില്ല കേട്ടോ, തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ചതച്ച്, ചിക്കനിലാണെങ്കിൽ കൂടിയും ചതച്ചേ ഇടുകയുള്ളൂ കേട്ടോ. സ്ലൈസ് ചെയ്തിടുന്നത് റെയർ ആയിട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ഓർമ്മയില്ലാതെ സ്ലൈസ് ചെയ്തിട്ടാലേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾ കറിയിൽ നമുക്ക് ഇഷ്ടമുള്ള മലക്കറിയെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമുക്ക് വേറെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഈ കുറുമക്കറിയിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളം മാത്രമേ നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. തിളച്ച വെള്ളമാണ് ഞാൻ തിളപ്പിക്കുക. രാവിലെ തന്നെ എണീറ്റ ഉടനെ ഒരു കലം വെള്ളം അങ്ങ് വയ്ക്കും കേട്ടോ. ചൂടായതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ഇതല്ലേ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ അപ്പമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ തലേദിവസമേ അരച്ച് വയ്ക്കും, റെഡിയാക്കി വയ്ക്കും കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ അത് ഒന്ന് പൊങ്ങി നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ചേർക്കണത് ഉപ്പിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മളെ കറി റെഡിയാവും. ഈസിയാണ്. കുക്കറിലാകുമ്പോൾ 2-3 വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഒരു 3-4 വിസിൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരാൻ, ക്യാരറ്റൊക്കെ വെന്ത് വരാനുള്ള വിസിൽ മതി കേട്ടോ. അപ്പോൾ തന്നെ എല്ലാം റെഡിയായി കുക്കറിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതായത് നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കടുക് വറുക്കണമുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ സവാള ഇട്ട് മൂപ്പിച്ചിട്ട് ബാക്കി വെജിറ്റബിൾസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാവും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ മീൻ കറിയാണ് വെക്കുന്നത്. പിന്നെ ധൃതിയായി കേട്ടോ, ഹസ്ബൻഡ് പോകാൻ സമയമായപ്പോൾ പെട്ടെന്ന് റെഡിയാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ധൃതി ഞാൻ ഇപ്പം കുറച്ച് കൂട്ടി ഇട്ടേക്കാണ്, എൻ്റെ സ്പീഡ് കൂട്ടി ഇട്ടേക്കാണ്. അല്ല ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് സമയമായിപ്പോയി. പിന്നെ അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ മുളകിട്ട് മല്ലിയിട്ട് മുളക് നന്നായിട്ട് തേങ്ങയെല്ലാം അരച്ച് നല്ല മഷി പോലെ അരയ്ക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതരച്ച് അത് ആഡ് ചെയ്ത് പിന്നെ കുറച്ച് നമുക്ക് മിരിങ്ങയ്ക്ക ഇട്ട് കേട്ടോ. മിരിങ്ങയ്ക്ക ആഡ് ചെയ്ത് പിന്നെ നമ്മളെന്താണ് പച്ചമാങ്ങയിൽ കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് കേട്ടോ. പച്ചമാങ്ങ കുറച്ച് അരിഞ്ഞപ്പോൾ കുറച്ചൊന്ന് പഴുത്തു പോയി, ശകലം ചെറുതായിട്ട് കളർ വന്ന് തുടങ്ങി കേട്ടോ. പിന്നെ ഞാനത് ശകലം ഇട്ടുള്ളൂ. പിന്നെ ചൂര മീനാണ് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. വച്ച് കഴിച്ചപ്പോൾ നല്ല ഫ്രഷ് മീനാണ്. ഇപ്പം ഈ ചൂട് സമയത്ത് പൊതുവേ കിട്ടുന്നത് കുറച്ച് അഴുക്ക മീനാണ്. ഇത് നല്ല ഫ്രഷ് മീനായിട്ട്, അതുകൊണ്ട് നല്ല ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി അപ്പവും കൂടി നമ്മൾ ആ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഈ പാന് നല്ലതാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചത്. നല്ല ഒരു പാനാണ്, പെട്ടെന്ന് ഇളകി വരും. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മരിച്ചിനിയും കൂടി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ തിരക്കായതുകൊണ്ടേ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ ചേച്ചിയുടെ മോള് ഇന്ന് ഇവിടെ വന്ന് നിൽപ്പുണ്ടായി. രാവിലെ തൊട്ട് അവളും കൂടി ഉണ്ട്. അതുകൊണ്ട് മോനുട്ടിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് മോനുവിന്.
അവർ രണ്ടുപേരും ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് കളിക്കാൻ വേറെ ആരുമില്ലല്ലോ ആ പ്രായത്തിലുള്ള, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് രണ്ടുപേരും കൂടി ഇരിക്കണതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടും. കുറച്ച് നേരം കളിക്കും കേട്ടോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടിയുണ്ടാക്കും. ഇവരുടെ ഈ കളിയും അടിയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കും കേട്ടോ. ഞാനെൻ്റെ ചേച്ചി അങ്ങനെയാണ്, കുറച്ച് നേരം ഭയങ്കര ഹാപ്പി, ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, കുറേ കഴിയുമ്പോൾ അടിയുണ്ടാക്കും, പിന്നെയും സ്നേഹമായിരിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇവരും അങ്ങനെ. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കഴിക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ. രണ്ടുപേർക്കും താമസമുണ്ട്. മോള് കുറച്ചും കൂടി അവനേക്കാളും വലുതാണ്, എന്നാൽ കൂടി അവൾക്ക് കഴിക്കാൻ ഒത്തിരി സമയമെടുക്കും. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെ കൂടെ തന്നെ ഇരുന്നാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഡ്രസ്സൊക്കെ രാവിലെ തന്നെ കുളമാവും. കുറച്ച് നേരം അടുക്കള വയ്ക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ, നനയും, നന്നായിട്ട് നനയും. അപ്പം ഞാൻ മാറ്റേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഞാൻ വിചാരിച്ചു എനിക്കും കൂടി കഴിക്കാമെന്ന്. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് ഇനി കുറേ നേരത്തെ പണി ഇനിയുണ്ട്. കാരണം മോന് കഴിക്കാൻ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കില്ല അവൻ, പിന്നെ മോളുള്ളതുകൊണ്ട് കുറച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നടന്ന് കൊടുക്കണം. അപ്പോൾ ഞാനും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല അപ്പമായിരുന്നു കേട്ടോ, നല്ല അപ്പവും നല്ല ഉരുളക്കിഴങ്ങ് കറിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പൊക്കണമല്ല, കൊള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. എനിക്ക് സോഫ്റ്റ് അപ്പമാണ് ഇഷ്ടം. ഈ ഒരുമാതിരി ഭയങ്കര കട്ടിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ വലിയ തീരെ താല്പര്യമില്ല അങ്ങനെ. അപ്പോൾ പിന്നെ മോക്ക് പിന്നെ ഞാൻ മുറിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വാവയ്ക്കും മുറിച്ച് കൊടുക്കണം. വാവയ്ക്കും മുറിച്ച് കൊടുത്ത് അവനും കൂടി കഴിക്കണം. പണ്ടാണെങ്കിൽ, അതായത് ഞാൻ കുഞ്ഞാൻ്റെ സമയത്ത് ഞാനും ചേച്ചിയും ഭയങ്കര സ്നേഹമാണ്. കുറച്ച് കഴിയുമ്പം ഭയങ്കര അടിയുണ്ടാവും. ഫേസ് പാക്ക് ട്രൈ ചെയ്ത്, അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഫേസ് പാക്കാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഉച്ച സമയമൊക്കെ ആയി കേട്ടോ. അവർ രണ്ടുപേരും കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് കുറച്ച് സമയമേ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ 2 കുർത്ത വാങ്ങിച്ചായിരുന്നേ. ഇത് ഒരെണ്ണം ഈ ഒരു കളറാണ്, ഒരു പർപ്പിൾ കളറ്, നല്ല ഭംഗിയുണ്ട്, നല്ല രസം കേട്ടോ. 3/4 സ്ലീവാണ്, ഇങ്ങനത്തെ ഒരു നെക്കാണ്, വിത്ത് പാൻസ് ദുപ്പട്ട എല്ലാം ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ലിങ്ക് കമൻറ്റ് ചെയ്യൂ, ഞാനിവിടെ ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലും ഇട്ടേക്കാം. ഇതിപ്പം ഞാൻ മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കറക്റ്റാണ്, ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അടിപൊളി കുർത്തയാണ് കേട്ടോ. നെക്കിലൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി ഡിസൈൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എലഗൻ ലുക്കാണ്. ഓഫീസിലും കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ, ഒരു ഫംഗ്ഷന് പോവുക, ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാം, അപ്പോൾ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല കളറാണ് കേട്ടോ, അടിപൊളി കളർ, നല്ല രസമുള്ള കളറ്. അപ്പോൾ എല്ലാവർക്കും ചേരുന്ന കളറാണ് കേട്ടോ. അതാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ പല രീതിയിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഇട്ടാലാണ് കൊള്ളാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് കുർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഇതും നല്ല കുർത്തയാണ് കേട്ടോ. ഇതും ഒരു 3/4 സ്ലീവാണ്. ഒരു റൗണ്ട് വന്നിട്ട് ഇങ്ങനെ ചെറിയ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെക്കാണ്. ഇതിന് ദുപ്പട്ടയില്ല കേട്ടോ. പാൻസും ടോപ്പും ആണുള്ളത്. ഇതും നല്ല ഭംഗിയാണ്. ഇതിന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. നല്ല വെയർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പം പിന്നെ ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കുർത്തയാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.